പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരുന്ന മാർ അത്തനീഷ്യസ് കോളേജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അഥവാ മാക്ഫാസ്റ്റ് എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തെയാണ് ഇന്ന് ലെജൻഡ്സ് എന്ന ഈ പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. തിരുവല്ല ബിഷപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ കോളേജ് പ്രവർത്തനം നടത്തിവരുന്നത്. റവറന്റ് ഫാദർ അബ്രഹാം മുളമൂട്ടിൽ കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പാളായി 2001 ഈ സ്ഥാപനം തുടക്കം കുറിച്ചു. സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾക്ക് എന്നും മാതൃകയായി വിദ്യാഭ്യാസത്തിന്റെ പുത്തൻ ആശയങ്ങളുമായി മാക്ഫാസ്റ്റ് അഥവാ മാർ അത്തനീഷ്യസ് കോളേജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നു. The founder of this college is the Archdiocese of Tiruvalla of Malankara Catholic Church. അപ്പോൾ തിരുവല്ല ബിഷപ്പിന്റെ അധീനതയിലാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത്. ശരിക്കും കോളേജിന്റെ ഫൗണ്ടർ എന്ന് പറയാവുന്നത് റവറന്റ് ഫാദർ എബ്രഹാം മുളമൂട്ടിൽ, ആദ്യത്തെ പ്രിൻസിപ്പളും ഇത് ആരംഭിച്ച വ്യക്തിയും അദ്ദേഹമാണ്. പക്ഷേ തിരുവല്ല ഡയോസിസിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഇതിന്റെ ആരംഭം കുറിക്കുകയും അതിന്റെ നേതൃത്വം നൽകുകയും ചെയ്തത് ഇവിടുത്തെ രൂപതാധ്യക്ഷനായ അന്നത്തെ ബിഷപ്പ് തിരുമേനിയാണ്. 2001 അവസാനമാണ് ഈ കോളേജ് ആരംഭിച്ചത്. മറ്റ് കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമായി പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ തുടങ്ങി PhDയും റിസർച്ച് സെന്ററും തൊഴിൽ സാധ്യതയിലും ബിസിനസ് IT മേഖലകളിലും ബയോസയൻസ് ബയോടെക്നോളജിയിലും വിദഗ്ധരായ പ്രൊഫഷണൽസുകളെ സൃഷ്ടിക്കുമെന്നതാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്നത്. വർഷം തോറുമുണ്ടായിക്കൊണ്ടിരിക്കുന്ന 75,000-ഓളം വരുന്ന ഒഴിവുകളിലേക്കായി MBA കോഴ്സുകളും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന IT മേഖലകളിലും ബയോസയൻസ് ബയോടെക്നോളജി എന്നിവയിൽ പോസ്റ്റ് ഗ്രാജുവേഷനും മാർ അത്തനേഷ്യസിൽ നടന്നുവരുന്നു. മാർ അത്തനേഷ്യസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് എന്നുള്ള പേര് തന്നെ ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ മുതൽ മുകളിലോട്ടുള്ള റിസർച്ച്, PhD, മറ്റ് PhDക്ക് ശേഷമുള്ള ഗവേഷണം, ഇതാണ് ഈ വിദ്യാഭ്യാസം ഫോക്കസ് ചെയ്യുന്ന ഏരിയ. ഞങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് മേഖലകളിൽ പ്രവേശിക്കുന്നില്ല. കാരണം കേരളത്തിൽ 100 കണക്കിന് കോളേജുകളിൽ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേഷനാണ് ഇവിടുത്തെ ഏറ്റവും മിനിമം എൻട്രി ലെവൽ. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതിന് മുകളിൽ റിസർച്ച്. അതുതന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതകളും ഇന്നത്തെ ബിസിനസ്, അതുപോലെ വളർന്നു വരുന്ന മറ്റു മേഖലകൾ IT, അതുപോലെ ബയോസയൻസ് ബയോടെക്നോളജി, ഈ മേഖലകളിലേക്ക് വേണ്ട പ്രൊഫഷണൽസിനെ തയ്യാറാക്കാനുള്ള അവർക്ക് വേണ്ട കോമ്പറ്റൻസി, സ്കില്ല്, ഡിഗ്രി, ഇതൊക്കെ കൊടുക്കാനുള്ള കോഴ്സുകളാണ് ഞങ്ങളിവിടെ തുടങ്ങിയിരിക്കുന്നത്. 8 ഏക്കറിലായി ഏകദേശം 2 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നു. മികച്ച ബയോസയൻസ് കെമിസ്ട്രി ലാബുകൾ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ക്ലാസ് റൂമുകൾ, 500 പേർക്ക് ഇരിക്കാവുന്ന AC ഓഡിറ്റോറിയം, 200-ലധികം കമ്പ്യൂട്ടറുകളാൽ സജ്ജീകൃതമായ കമ്പ്യൂട്ടർ ലാബുകൾ, ഇന്റർനെറ്റ് കണക്ഷൻസ്, 10,000-ലധികം വരുന്ന ഗ്രന്ഥങ്ങളടങ്ങിയ വിശാലമായ ലൈബ്രറി, ഇവയെല്ലാം ഈ കോളേജിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്നു. ഇവിടെ വിദ്യാർത്ഥികളെ തേടി വരുന്ന റാങ്ക് രൂപത്തിലുള്ള അംഗീകാരങ്ങൾ ഈ സ്കൂളിന്റെ യശസ്സുണർത്തുകയാണ്. 5 കൊല്ലമായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ട് ഈ 5 കൊല്ലം കൊണ്ട് ഇവിടുന്ന് 3 ബാച്ച് സ്റ്റുഡൻസ് പുറത്തിറങ്ങിക്കഴിഞ്ഞു. MG യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട ഫസ്റ്റ് റാങ്ക് മുതലുള്ള റാങ്കുകളെല്ലാം ഈ എല്ലാ കൊല്ലവും നമുക്ക് കിട്ടാറുണ്ട്. ഈ കൊല്ലവും കിട്ടിയിട്ടുണ്ട്. ഇതിനുള്ള മുമ്പത്തെ 3 കൊല്ലവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് MBAക്ക് ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾക്ക് 3rd റാങ്ക് കിട്ടി, സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി, ഈ കൊല്ലം ഫസ്റ്റ് റാങ്ക് കിട്ടി. MCAക്ക് അതുപോലെ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് റാങ്കും 3rd റാങ്കും കിട്ടി, സെക്കൻഡ് ഇയർ ഫസ്റ്റ് റാങ്ക് കിട്ടി. MBA, IT, ബയോസയൻസ് മേഖലകളിലായി തിരഞ്ഞെടുത്ത അതാത് മേഖലകളിൽ വിദഗ്ധരായ അധ്യാപകരുടെ സേവനം വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായി ലഭ്യമാക്കാനായി ക്യാമ്പസിനുള്ളിൽ തന്നെ അധ്യാപകർക്ക് മാത്രമായി താമസ സൗകര്യം ഈ കോളേജിന്റെ മാത്രം പ്രത്യേകതയാണ്. ഹോസ്റ്റൽ സൗകര്യങ്ങൾ, അതിവിശാലമായ കാന്റീൻ, ഇതിനെല്ലാം പുറമെ 100% പ്ലേസ്മെന്റ് സൗകര്യം, ഇവയെല്ലാം എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ്. ഒരു കോളേജിന്റെ, പ്രൊഫഷണൽ കോളേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്ലേസ്മെന്റ് ആണ്. ജോലി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനാണല്ലോ കുട്ടികൾ സ്കൂളിൽ വരുന്നത്. വിജ്ഞാനം ലഭിക്കുക എന്നുള്ളത് ഒരു സെക്കൻഡറി ആട്രിബ്യൂട്ട് മാത്രമാണ്. ഞങ്ങൾക്ക് 100% പ്ലേസ്മെന്റ് ആണ്. എല്ലാ ഇന്ത്യയിലെയും അതുപോലെ തന്നെ ഈവൻ വിദേശത്തെയും ഗൾഫിലും ഈവൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ചില കമ്പനികൾ വരെയും ഞങ്ങളുടെ സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷേ 100% പ്ലേസ്മെന്റ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വലിയ ഇപ്പോൾ IT മാനേജ്മെന്റിലുള്ള എല്ലാ വലിയ കമ്പനികളിലും ഞങ്ങളുടെ സ്റ്റുഡൻസ് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ഫസ്റ്റ് ഇയറിൽ പുറത്തിറങ്ങിയ ആളുകളൊക്കെ ഇപ്പം മിഡിൽ ലെവലിലേക്ക് 1-2 പ്രൊമോഷനൊക്കെ കിട്ടി വളരെ നല്ല നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുവനന്തപുരം കോട്ടയം MC റോഡിൽ
തോളശ്ശേരി ജംഗ്ഷനിൽ പഴയ ഭജനി ആശ്രമത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ കോളേജ് ആശയങ്ങളുടെ പുതിയ ആവിഷ്കാരങ്ങൾ കൊണ്ട് ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നു. അതിലൊന്നാണ് ഇവിടെ നടത്തിവരുന്ന ഫൈറ്റോ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന കോഴ്സ്. ലോക വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ആദ്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആയുർവേദ ഔഷധങ്ങളെക്കുറിച്ചുള്ള പഠനവും കണ്ടുപിടുത്തങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ് ഫൈറ്റോ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി. അതുകൊണ്ട് ഞങ്ങളിവിടെയുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠന വിഭാഗം എന്ന് പറയുന്നത് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അതിൽ ഞങ്ങളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗ്രാന്റ് ഇൻ എയ്ഡ് ഞങ്ങൾക്ക് ലഭിച്ച് അത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് നമ്മളത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ ഗ്രാന്റ് ഇൻ എയ്ഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫുഡ് പ്രോസസ്സിംഗ് ലാബറട്ടറി, അനലിറ്റിക്കൽ ലാബറട്ടറി, അതുപോലെ തന്നെ ഒരു ഇൻക്യുബേഷൻ സെന്റർ, കൂടാതെ ഒരു പൈലറ്റ് പ്ലാന്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ കേന്ദ്രമന്ത്രി ശ്രീ സുബോധ് കാന്ത് സാഹി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസിന്റെ ഗ്രാന്റ് ഇൻ എയ്ഡ് 28 ലക്ഷം രൂപ ഞങ്ങളുടെ കോളേജിന് സ്പെഷ്യലായി തന്നുകൊണ്ട് ബാക്കി ഞങ്ങളുടെ സിവിൽ വർക്കും മറ്റു കാര്യങ്ങളും ബിൽഡിങ്ങും ഒക്കെ ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് ഈ ഗ്രാന്റ് ഇൻ എയ്ഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളിത് ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ ഏറ്റവും അധികം ആനുകൂല്യങ്ങളുള്ള ചില പ്രത്യേക കോഴ്സുകളാണ് ബയോടെക്നോളജി, അതുപോലെ ബയോ ഇൻഫർമാറ്റിക്സ്, ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ ഇപ്പോൾ പറഞ്ഞ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഇതൊക്കെ നടത്തുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മറ്റധികം കോളേജുകളില്ലാത്ത കോഴ്സുകളാണ്. ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ആകെ കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമേ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ നടത്തുന്നുള്ളൂ. അതുപോലെ തന്നെ പ്ലാന്റ് ബയോടെക്നോളജി ഇവിടെ മാത്രമേ ഉള്ളൂ. പുതുതായിട്ട് ഞങ്ങൾ വേറൊരു കോഴ്സ് തുടങ്ങിയിരിക്കുന്നത് ഫൈറ്റോ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ് കഴിഞ്ഞ കൊല്ലം ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ആദ്യത്തെ കോഴ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാർ അത്തനേഷ്യസ് കോളേജിന് മാത്രം സ്വന്തമായ മറ്റൊരു പഠന കേന്ദ്രമാണ് സെന്റർ ഫോർ ആൽക്കൽ ബയോടെക്നോളജി. ഭാരതത്തിന്റെ കടൽ തീരങ്ങളിൽ സുലഭമായ പ്രോട്ടീൻ, വൈറ്റമിൻ, അയോഡിൻ, മഗ്നീഷ്യം, ഇരുമ്പ് തുടങ്ങിയ പോഷകങ്ങൾ കൊണ്ട് സമ്പന്നമായ ആൽഗകളുടെ അനന്ത സാധ്യതകളെ കണ്ടെത്തുകയും ബയോസയൻസ് സ്കൂളിന്റെ കീഴിൽ ഫാഷ്യൽ പാക്കുകൾ അടക്കമുള്ള വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും ഇവിടെ പുരോഗമിച്ചു വരുന്നു. ഫുഡ് സയൻസിന്റെ കീഴിൽ പഠനം നടത്തിവരുന്ന വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച ഭക്ഷ്യപാനീയ ഉൽപ്പന്നങ്ങളും ഇവിടുത്തെ പഠന മികവിന് ഏറെ തെളിവുകളാണ്. Our mission is to transform young people and mold them into value-driven and culturally enriched and professionally competent individuals to make significant change and contribution for their life and for the life of others and the community and the world at large. But next in line we are thinking, ഞങ്ങൾ ആലോചിക്കുന്നത് ഒരു മീഡിയ ബേസ്ഡ്, മീഡിയ ഒരു വലിയ ഒരു സെക്ടറാണല്ലോ. ഇറ്റ് ഈസ് ഓൾവേസ് എ സൺറൈസിംഗ് സെക്ടർ. ഓൺലി തിങ് ഈസ് ദാറ്റ് പുതിയ ഡെവലപ്മെന്റ്സ് മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഒരു 10 കൊല്ലം മുമ്പ് ടി വി എന്ന് പറയുന്നത് വളരെ അപൂർവമായിരുന്നു കേരളത്തിൽ. അറ്റ്ലീസ്റ്റ് ഇന്നിപ്പം ടി വിയാണ് കേരളത്തിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു മാധ്യമം. അപ്പോൾ മീഡിയയുടെ, അതായത് പ്രത്യേകിച്ച് ന്യൂ മീഡിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻ ടെക്നോളജിയും ഒക്കെ അത് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കോഴ്സ്, ജേർണലിസം, പ്രിന്റ് ജേർണലിസം ഉൾപ്പെടെ ഉള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മെൻസ് വിമൻസ് ഹോസ്റ്റലുകളുടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം പുതിയ ആശയങ്ങളും പുത്തൻ ആപ്തവാക്യങ്ങളുമായി പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ അബ്രഹാം മുളമൂട്ടിലും ഡയറക്ടർ ഡോക്ടർ പി.കെ. എബ്രഹാമും വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കുകയാണ് മാർ അത്തനേഷ്യസ് കോളേജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിലൂടെ.